Welcome to Plus 2 Exam Package, Part 27. Question number 111. How much more deep is a river than it seems to be? നമുക്കറിയാം, ഒരു നദിയിലേക്ക് നോക്കിയാൽ വാട്ടർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കലങ്ങി മറിഞ്ഞ വെള്ളമൊന്നും അല്ല എങ്കിൽ നമുക്ക് അതിൻ്റെ അടിത്തട്ട് കാണാം. അതല്പം ഉയർന്ന കാണുന്ന അപ്പാരൻ്റ് ഡെപ്ത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്ന ഡെപ്തിനേക്കാൾ എത്ര കണ്ട് കൂടുതലാണ് യഥാർത്ഥ ഡെപ്ത് എന്ന ചോദ്യം. നമുക്കറിയാമല്ലോ, ഫോർമുല ഉണ്ട്, റിയൽ ഡെപ്ത് ബൈ അപ്പാരൻ്റ് ഡെപ്ത്. റിയൽ ഡെപ്ത് ബൈ അപ്പാരൻ്റ് ഡെപ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓർ അത് ഇവിടെ ഇപ്പോൾ വാട്ടർ ആകുമ്പോൾ 4/3, 1.33, 4/3 എന്ന് എടുക്കാം. അത് തരണമെന്നില്ല ക്വസ്റ്റ്യൻ്റെ, നമുക്ക് എടുക്കാം 4/3. അപ്പോൾ റിയൽ ഡെപ്ത് dr എന്നിരിക്കട്ടെ ബൈ apparent depth dA, that is 4/3, equals, or therefore dr equals 4/3 into dA equals, ഈ 4/3 എന്നുള്ളത് 1 + 1/3 എന്ന് എഴുതാമല്ലോ, ഇൻറ്റു dr. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ dr ഈക്വൽസ് ഇൻറ്റു dA, not dr, dA. Therefore dr equals, ബ്രാക്കറ്റ് മാറ്റുമ്പോൾ dr plus dr/3. അപ്പോൾ dr minus dA ഈസ് dA/3. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ആൻസർ പറയാം ഈ ചോദ്യത്തിന്. യഥാർത്ഥ ഡെപ്ത് ആക്ച്വൽ അപ്പാരൻ്റ് ഡെപ്തിനേക്കാൾ അതിൻ്റെ 1/3 കൂടെ കൂടുതലാണ്. അപ്പോൾ റിയൽ ഡെപ്ത് ഈസ് അബൌട്ട് 1/3 മോർ. ദ റിവർ ഈസ് അബൌട്ട് 1/3 മോർ ഡീപ്പ് ദാൻ ദി അപ്പാരൻ്റ് ഡെപ്ത്. അപ്പോൾ ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പാരൻ്റ് ഡെപ്ത് 6 മീറ്റർ ആണെന്നിരിക്കട്ടെ, അതിൻ്റെ 1/3 എത്ര? 2. അപ്പോൾ റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 6 + 2 8 മീറ്റർ. അപ്പോൾ അത് ഈ ഫോമിലും ഒക്കെ അറിഞ്ഞിരിക്കണം. ചുമ്മാ കയറി റിയൽ ഡെപ്ത് ബൈ അപ്പാരൻ്റ് ഡെപ്ത് ഈക്വൽസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ എന്നൊക്കെ കാണാൻ പഠിച്ചുകൊണ്ടൊന്നും നടക്കരുത്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്തുമൊക്കെ ശീലിക്കണം. അപ്പോൾ ഇവിടുന്ന് റിയൽ ഡെപ്ത് മൈനസ് അപ്പാരൻ്റ് ഡെപ്ത് ഈക്വൽസ് അപ്പാരൻ്റ് ഡെപ്ത് ബൈ 3. ഇത് മനസ്സിലിരിക്കുക. ഈ വാട്ടർ ആണെങ്കിൽ. ഇതുപോലെ ഗ്ലാസ് ആണെങ്കിൽ 1 + 1/5 എന്ന് എഴുതാം. കാരണം മ്യൂ 1.5 ആണ്. 1.5 എന്ന് പറഞ്ഞാൽ 1 + 0.5 ഓർ 1 + ½ അപ്പോൾ അവിടെ അപ്പാരൻ്റ് ഡെപ്തിൻ്റെ ഹാഫ് കൂടെ കൂടും. അപ്പാരൻ്റ് ഡെപ്തും അതിൻ്റെ ഹാഫും കൂടെ ചേരുന്നതാണ് റിയൽ ഡെപ്ത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഈ രീതിയിൽ അനലൈസ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ dr മൈനസ് dA, ഇപ്പോൾ ഇത് എൻട്രൻസിനൊക്കെ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. പെട്ടെന്ന് ക്യൂക്കായിട്ട് ആൻസർ ചെയ്യുക. dr മൈനസ് dA എന്ന് പറഞ്ഞപ്പോൾ അപ്പാരൻ്റ് ഡെപ്ത് തരും. ദാറ്റ് ബൈ 3 വാട്ടർ ആണെങ്കിൽ. ദാറ്റ്സ് ഓൾ, സിമ്പിൾ. അപ്പോൾ ഇത് സ്റ്റെപ്സ് നോക്കിക്കോണം. ഏതായാലും മ്യൂ എന്ന് പറഞ്ഞാൽ 1 + സംതിങ് എന്നേ, 1 കൂടുതലല്ലേ, 1 + സംതിങ് എന്നേ വരത്തുള്ളൂ. അത് മെറ്റീരിയൽ അനുസരിച്ച് ആ സംതിങ് മാറും. അത് എത്ര സന്ദർഭം അനുസരിച്ച് ആൻസർ ചെയ്തുകൊണ്ടാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 112. The refractive index of a transparent medium can be found out using the formula mu equals, പരീക്ഷയ്ക്ക് മ്യൂ എന്ന എന്നൊക്കെ തരാം, എന്തെങ്കിലും ആയിക്കോട്ടെ. mu equals റിയൽ ഡെപ്ത് ബൈ അപ്പാരൻ്റ് ഡെപ്ത്.
ഈസ് ദിസ് ഫോർമുല ഡിപ്പെൻഡബിൾ ഓൾവേസ്? ഈ ഫോർമുല എപ്പോഴും ഇത് ഞാൻ നേരത്തെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഫോർമുല എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നാ ചോദ്യം. പറ്റില്ല. നോർമൽ വ്യൂ ചെയ്യും, നോർമലായിട്ട് ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്ന അപ്പാരൻ്റ് ഡെപ്തിന് വേണ്ടിയാണ് ഈ ഫോർമുല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇതാ ഓബ്ജക്റ്റ് എന്നിരിക്കട്ടെ, ഇവിടുന്ന് ചരിഞ്ഞിങ്ങനെ വരുന്ന ലൈറ്റ് റേസ് നമ്മൾ ഈ ലൈനിൽ കൂടെ ഒബ്സർവ് ചെയ്താൽ ഓടാഷ ഇതിൻ്റെ ഇമേജ് വരുന്നത് ഓടാഷില്ല. അപ്പോൾ ഇതാ അപ്പാരൻ്റ് ഡെപ്ത്, ഇത് റിയൽ ഡെപ്ത്. കുറച്ചുകൂടെ ചരിഞ്ഞ് നോക്കിയാൽ ഈ അപ്പാരൻ്റ് ഡെപ്ത് അങ്ങ് മാറും, കുറയും. ഇത് കൂടുതൽ ചരിഞ്ഞ് നോക്കും തോറും ഈ അപ്പാരൻ്റ് ഡെപ്ത് കുറഞ്ഞ് വരും. അപ്പോൾ റിയൽ ഡെപ്ത് ബൈ അപ്പാരൻ്റ് ഡെപ്ത് എന്ന് പറയുന്ന റേഷ്യോ കോൺസ്റ്റൻ്റ് ആവില്ല. ഇപ്പോൾ പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ സ്റ്റാൻഡേർഡായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നോർമലായിട്ട് നോക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഒബ്ലീക്ക് വ്യൂ എന്ന് പറയും, ഒബ്ലീക്ക് വ്യൂയിങ്. ഇത് നോർമൽ വ്യൂ. നോർമലായിട്ട് വ്യൂ ചെയ്യുമ്പോൾ കാണുന്ന അപ്പാരൻ്റ് ഡെപ്ത് ഉപയോഗിക്കുമ്പോഴേ ആ ഫോർമുല ശരിയാവുള്ളൂ. ഇവിടെ DR റിയൽ ഡെപ്ത് ബൈ അപ്പാരൻ്റ് ഡെപ്ത് ഈക്വൽസ് മ്യൂ. അപ്പോൾ ആൻസർ എഴുതേണ്ടത് ദി ഫോർമുല ഈസ് ഫോർ നോർമൽ വ്യൂയിങ് അല്ലെ നോർമൽ വ്യൂ ഓൺലി. വ്യൂയിങ് എന്ന് എഴുതുന്ന നല്ലത്, നോർമൽ വ്യൂയിങ് ഓൺലി. ഫോർ ഒബ്ലീക്ക് വ്യൂയിങ്, ഡിപ്പെൻഡിങ് ഓൺ ദി ആംഗിൾ ഓഫ് വ്യൂ, apparent depth will change, which means different refractive index for the same material. അത് ശരിയാവത്തില്ലല്ലോ. ഒരു മെറ്റീരിയൽ തന്നെ പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും ചരിഞ്ഞ് നോക്കിക്കൊണ്ട് ഫോർമുല ഉപയോഗിച്ചാൽ. അപ്പോൾ നോർമൽ വ്യൂവിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവൂ. ക്വസ്റ്റ്യൻ നമ്പർ 113. Why do the sun and moon appear to be flat circular disks even though they are spherical when observed by naked eye? നമ്മൾ സാധാരണ ടെലസ്കോപ്പിൽ നോക്കിയാൽ അങ്ങനെ കാണുള്ളൂ. നമുക്ക് ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ നോക്കുമ്പോൾ സർക്കുലർ ഡിസ്കായിട്ട് പപ്പടം പോലെ കാണുന്നത്. സത്യത്തിൽ അത് സ്ഫെറിക്കലാണ്. നമ്മളത് സ്ഫെറിക്കലായിട്ട് എന്തുകൊണ്ട് കാണുന്നില്ല? ഇതാ ചോദ്യം. ഇവിടെ ഇതാ സണ്ണോ വല്ലതും ആണെന്നിരിക്കട്ടെ, നമ്മൾ ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുക. ഇത് സണ്ണിൻ്റെ രണ്ട് എഡ്ജിൽ നിന്ന് വരുന്ന എഡ്ജസ് എയും സി, എഡ്ജസിലുള്ള പോയിൻറ്റ്സാണ്. അവിടെ നിന്നുള്ള റേസ് സബ്റ്റനിൻ്റെ ആംഗിള് ഈ ആംഗിളാണ്. ഇത് ഫ്രണ്ട് സർഫസിൽ നിന്ന് വരുന്ന റേയാണ്. അത് ഈ എന്ന് സിന്ന് വരുന്ന റേയേക്കാൾ നീളം കുറഞ്ഞിരിക്കണം. പക്ഷേ ഇത്രയും ദൂരമുള്ളത് കൊണ്ട്, സണ്ണും എർത്തും ഒക്കെ തമ്മിൽ വളരെ വലിയ ദൂരമായതുകൊണ്ട് ദിസ് സ്മോൾ difference cannot be detected by our eye. അപ്പോൾ ആൻസർ, ലൈറ്റ് ഫ്രം ദി upper and lower edges and light from the front face are separated by a small amount as far as an observer from Earth is concerned because of the very large distance between Earth and Sun, Earth and Moon. For this reason, we cannot detect that change with our naked eye. ആ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റില്ല. അത് തന്നെ കാരണം. Another question, second, അടുത്ത്
ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 114. Why does a long straight avenue എന്ന് പറഞ്ഞാൽ വീതി കൂടിയ ഹൈവേ long straight avenue appear to get narrower in the distance till the two sides meet? വളരെ നീളം കൂടിയ സ്ട്രെയിറ്റായിട്ടുള്ള ഒരു ഹൈവേ നോക്കുമ്പോൾ ഹൈവേയുടെ വീതി കുറഞ്ഞ് അവസാനം അങ്ങ് ദൂരെ അത് കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്ക് കാണാം. എന്താ അതിന് കാരണം? ഇതാണ് ചോദ്യം. ഇത് ഈ ഫിഗർ നോക്കിയാൽ മതി. ഇപ്പോൾ ഒരേ ഹൈറ്റ് AB PQ ഇത് രണ്ടും ഈക്വലാന്നിരിക്കട്ടെ. ഈക്വൽ ഹൈറ്റാണ് PA ABക്കും PQനും. ഇതടുത്ത് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് ഇവിടെ ഉണ്ട്, എൻ്റെ റെറ്റിനയായത്. അടുത്തുള്ള വസ്തു ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഇതിങ്ങനെ വരുന്നു. റിഫ്രാക്ഷനൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ബി ഡാഷിൽ ഇമേജ് ഫോം ചെയ്യും, എയുടെ ഇമേജ് എ ഡാഷിൽ ഫോം ചെയ്യും. അപ്പോൾ AB എന്ന് പറയുന്ന ഈ ഓബ്ജക്റ്റിൻ്റെ ഇമേജ് കണ്ണിൻ്റെ റെറ്റിനായാൽ A', B' തല തിരിഞ്ഞാൽ വരത്തുള്ളൂ. A', B' ആയിട്ട് കാണാം. ഇതേ ഓബ്ജക്റ്റ് അകലത്തിലിരിക്കുമ്പോൾ ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഡാഷ്, അത് തീറ്റയൊക്കെ കുറവാണ്, ചെറുതാണ്. അപ്പോൾ ഇവിടെ റെറ്റിനെ ഫോം ചെയ്യുന്ന ഇമേജും ചെറുതാവും. അപ്പോൾ നമ്മളിത് ചെറുതായിട്ടേ കാണും. ഒരേ വലിപ്പം ഒന്ന് തന്നെയാണെങ്കിലും ദൂരേക്ക് വെക്കുമ്പോൾ ആംഗിൾ സബ്റ്റൻഡ് വിൽ ബി ലെസ് ദാൻ ആംഗിൾ സബ്റ്റൻഡ് വെൻ ഇറ്റ് ഈസ് നിയറർ ടു ദി ഐ. സോ ദി ഇമേജ് ഫോംഡ് will also be small. ഇമേജ് ഫോംഡ് വിൽ ഓൾസോ ബി സ്മോൾ. അപ്പോൾ നമ്മൾ ഒരു ഹൈവേ നോക്കുമ്പോൾ ഹൈവേയുടെ ഒരേ വീതിയാണ് എല്ലായിടത്തും. പക്ഷേ അടുത്ത ഭാഗത്ത് നിന്നുള്ള നിയർ പാർട്സ് ഓഫ് ദി ഹൈവേ സബ്റ്റൻസ് ലാർജർ ആംഗിൾസ് in our retina, so that we see larger separation or larger width of the highway. As distance increases or at large distance, angle subtended is small. So depth or breadth of the highway, width of the highway seems to be small. That's all. Angle ദൂരം കൂടുമ്പോൾ as distance increases, the angle subtended also, as distance increases, angle subtended decreases and size of the image formed on the retina becomes smaller. That is the reason. ഇതെവിടെ ആപ്ലിക്കബിൾ? ഈ ആംഗിൾ അകലാക്കുക എന്നുള്ളതാണ് ടെലസ്കോപ്പിൻ്റെയൊക്കെ ഉദ്ദേശം. നെക്സ്റ്റ് വൺ. Question number 115. The figure shows path of a ray of light. What about the value of the refractive index mu2? ഇതാണ് ഫിഗർ. ഇത് മീഡിയം 1 and the refractive index mu1. ഈ മീഡിയം 1. This is medium 2. Refractive index is mu2. ഇവിടുന്ന് ഒരു ലൈറ്റ് റേ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ സ്മൂത്തായിട്ട് ബെൻഡ് ചെയ്ത് പോകുന്നു. ഇതാണ് ഒരു ലൈറ്റ് റേയുടെ പാത്ത് തന്നിട്ടുണ്ടോ എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗർ ക്വസ്റ്റ്യൻ്റെ കൂടെയുള്ളതാണ്. എങ്കിൽ mu2വിനെ സംബന്ധിച്ച് എന്തു പറയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ ഇത് ഷാർപ്പായിട്ട് ബെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു യൂണിഫോം മീഡിയം ആയിരുന്നു, ഹോമോജിനസ് മീഡിയം ആയിരുന്നു നമുക്ക് പറയാമായിരുന്നു. ഇതിങ്ങോട്ട് വന്നിട്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഗ്രാജുവലായിട്ട് നടന്ന ബെൻഡ് ചെയ്ത് തിരിച്ചു പോവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഡെൻസറിയിൽ നിന്ന് റെയറിലോട്ട് ഇറങ്ങി വരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈ കോമൺ സർഫസിൽ നിന്നും താഴോട്ട് വരുംതോറും കണ്ടിന്യൂസ് ആയിട്ട് കുറയുന്നു. വെർട്ടിക്കൽ ഡയറക്ഷനിൽ, ഡൗൺവേർഡ് ഡയറക്ഷനിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടിന്യൂസ് ആയിട്ട് കുറയുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് സ്മൂത്ത് കർവായിട്ട് ലൈറ്റ് ബെൻഡ് ചെയ്ത് പോവുക. ഡെൻസറിൽ നിന്ന് റയറിലോട്ട് വരുമ്പോഴല്ലേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ഷാർപ്പ് സർഫസിൽ വെച്ചല്ല ബെൻഡിങ് നടന്നിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ബെൻഡ് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ ആൻസർ ചെയ്യാം? വാല്യൂ ഓഫ് μ2 ഡിക്രീസസ് കണ്ടിന്യൂസ്ലി ആസ് വി മൂവ് ഡൗൺ ഫ്രം ദി സർഫസ് ഓഫ് സെപ്പറേഷൻ. അതാണ് ആൻസർ. That is the answer. Question number 116. Stars are visible. Stars are visible even at midday from the bottom of a deep well. Explain how this happens. സാധാരണ പകൽ നക്ഷത്രം കാണില്ല. പക്ഷേ വളരെ താഴ്ചയുള്ള ഒരു കിണറ്റിലേക്ക് നമ്മൾ നോക്കിയാൽ ആ വെള്ളത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇമേജസ് കാണാം നക്ഷത്രങ്ങളുടെ. പരീക്ഷ എഴുതുമ്പോൾ ഇത് കാണും. അപ്പം ഡീപ്പ് വെല്ലിലേക്ക് നോക്കുമ്പോൾ പകൽ സമയത്ത് നട്ടുച്ചയ്ക്കല്ല ഈ പറയുന്നത്, ഉച്ചയോട് 12 മണിക്ക് വെർട്ടിക്കലായിട്ട് സൂര്യനിൽ നിന്ന് ലൈറ്റ് കിണറ്റിലേക്ക് വീഴുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്ന കേസല്ല ഈ പറയുന്നത്. അപ്പോൾ പകൽ പൊതുവേ നക്ഷത്രം കാണാത്തത് എന്തുകൊണ്ടാണ്? ലൈറ്റ് ഫ്രം ദി സ്റ്റാർസ് ഈസ് ഓവർ പവേർഡ് ബൈ സൺലൈറ്റ് നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന ഫെയിൻറ്റ് ലൈറ്റിനെ ഓവർ പവർ ചെയ്യുന്നുണ്ട് പകൽ. അതുകൊണ്ട് നമുക്ക് മെഴുകുതിരി പകല് മെഴുകുതിരി മൈതാനത്ത് കത്തിച്ച് വെച്ചാൽ മെഴുകുതിരിയുടെ വെട്ടം പ്രകാശം നമുക്ക് പ്രത്യേകിച്ച് കാണാൻ ഇല്ലല്ലോ എന്ന് പറയുന്നവരേ ഉള്ളൂ. അപ്പോൾ വളരെ ദൂരെയുള്ള നക്ഷത്രങ്ങളിൽ നിന്നുള്ള ലൈറ്റ് വളരെ ഫെയിൻറ്റ് ലൈറ്റാണ്. അത് ഈ ഉച്ചയ്ക്ക് സൂര്യൻ്റെ ഇൻറ്റൻസ് സൺലൈറ്റിൽ അത് അപ്രസക്തമാണ്, ഓവർ പവർ ചെയ്യുക എന്ന് പറയും. പക്ഷെ കിണറ്റിൻ്റെ കേസിൽ നേരെ മുകളിലൊക്കെ ഉള്ള ഭാഗങ്ങളിലുള്ള ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങളിൽ നിന്നുള്ള ലൈറ്റ് നേരെ വാട്ടർ സർഫസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഒബ്സർവറുടെ കണ്ണിലെത്തും. പക്ഷേ ചരിഞ്ഞൊക്കെ വരുന്ന സോളാറിലെ സൺലൈറ്റ് ചരിഞ്ഞ് വന്ന ഈ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് നഷ്ടപ്പെടും നമ്മുടെ കണ്ണിലെത്താതെ. അപ്പോൾ സൺലൈറ്റ് വിൽ ബി ലോസ്റ്റ് ബൈ റിഫ്ലക്ഷൻ when it is incident obliquely into the well, whereas light from the stars comes vertically above. Those light coming from stars vertically above the well is reflected by the water surface to the observer and he can see the image. അപ്പോൾ ഇത് കിണറിൻ്റെ സൈഡിലൊക്കെ തട്ടി ഇത് റിഫ്ലക്റ്റ് ചെയ്ത് അങ്ങ് അബ്സോർബ് ചെയ്യും കിണറിൻ്റെ സർഫസ് സൺലൈറ്റ്. എന്നിട്ട് അതല്ല കിണറിനകത്ത് സാധാരണ പകലാന്നേലും ഒരുമാതിരി വെളിച്ചക്കുറവല്ലേ. അപ്പോൾ ആൻസർ എന്താ പറയണ്ടേ? ലൈറ്റ് കമ്മിങ് ഫ്രം സൺ obliquely will be lost by absorption by the surface of the well. But light from stars vertically above will be reflected by
the water surface and can be viewed by an observer. That is the answer. Question number 117. Why two rainbows are seen at the same time? ഒരേ സമയത്ത് തന്നെ പ്രൈമറി റെയിൻബോ, സെക്കൻഡ് റെയിൻബോ നമ്മൾ പ്രത്യേകം പോസ്റ്റിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. രണ്ട് റെയിൻബോ ഒരേ സമയത്ത് കാണുന്നത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. അത് ഫിഗർ വരച്ച് കാണിക്കാം. ഇത് പ്രൈമറി റെയിൻബോ, ഇത് ലോവർ റെയിൻബോ, താഴെ അടി കാണുന്ന റെയിൻബോയാണ്. ഇവിടെ ലൈറ്റ് ഓരോ വാട്ടർ ഡ്രോപ്പിൽ തട്ടി ലൈറ്റ് ടോട്ടൽ റിഫ്രാക്ഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടത്തിയാണല്ലോ റെയിൻബോ ഉണ്ടാകുന്നത്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രത്യേകതയും എല്ലാ കാര്യങ്ങളും ഒക്കെ ഓർത്തിരിക്കാനുള്ള ഒരു ചൊല്ലും നെമോണിക്കും ഒക്കെ പറഞ്ഞതാണ്. ഈ റെയിൻ ഡ്രോപ്പിൻ്റെ വാട്ടർ ഡ്രോപ്പിൻ്റെ അപ്പർ ഭാഗത്ത്, അപ്പർ പാർട്ടിൽ വന്ന് വീഴുന്ന ലൈറ്റ് റേസ് ആണ് ഒരു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ശേഷം പ്രൈമറി റെയിൻബോ ഫോം ചെയ്യുന്നത്. അതേസമയം ഈ റെയിൻ ഡ്രോപ്പിൻ്റെ ലോവർ പാർട്ടി വന്ന് വീഴുന്ന സൺലൈറ്റ്, ശ്രദ്ധിച്ചോണം, ഇത് അപ്പർ പാർട്ടി വീഴുന്നതാണ്. ഇത് റെയിൻ ഡ്രോപ്പിൻ്റെ ലോവർ പാർട്ടി വീഴുന്ന സൺറൈസ് രണ്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് ശേഷം ഒബ്സർവറുടെ കണ്ണിലെത്തും. അപ്പോൾ ഇത് കുറച്ചും സെക്കൻഡറി ബോ ആ പ്രൈമറി ബോയുടെ മുകളിലായിട്ടാണ് കാണുന്നത്. കാരണം ഈ സംഭവം കൊണ്ട് തന്നെ ഈ ആംഗിൾ കുറച്ച് കൂടി നിൽക്കും ഇതിനേക്കാൾ. അപ്പോൾ മുകളിലേ കാണത്തുള്ളൂ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാളിന്. അപ്പോൾ ഈ ഫിഗർ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. പ്രൈമറി വൺ റെയിൻബോ ഈസ് ഫോംഡ് ബൈ, പ്രൈമറി റെയിൻബോ ഈസ് ഫോംഡ് ബൈ those sun rays which are incident at the top part of the raindrops, water drops. At the same time, those rays incident on the lower part of raindrops or water drops form simultaneously the secondary rainbow after two total internal റിഫ്ലക്ഷൻസ്. ഇത് രണ്ടും ഒരേ സമയം നടക്കാമല്ലോ. ചില ഡ്രോപ്പുകളിൽ അപ്പർ പാർട്ടി വീഴുന്ന ലൈറ്റ് കണ്ണി വന്ന് ചേരും. അതേ സമയത്ത് തന്നെ മറ്റ് ഡ്രോപ്പുകളിൽ ലോവർ പാർട്ടി വീഴുന്ന ലൈറ്റും ഉണ്ടല്ലോ. ലൈറ്റ് പല ഡയറക്ഷൻ വരുന്നില്ലേ സൺലൈറ്റ് സൂര്യനിൽ നിന്ന്. അപ്പോൾ ഏതെല്ലാം സാധ്യതകൾ നടക്കുന്നുണ്ട്. ഇത് രണ്ട് സാധ്യത ഒരേ സമയം നടക്കുന്നുണ്ട്. അതുപോലെ ഒരാൾ കാണുന്ന റെയിൻബോ അല്ല മറ്റൊരാൾ കാണുന്നത്. ഒരാൾ റെഡ് കാണുന്ന യെല്ലോയോ ബ്ലൂവോ കാണുന്ന ആ സ്ഥാനത്തല്ല മറ്റൊരു സ്ഥലത്ത് നോക്കുമ്പം കാണുന്നത്. അപ്പോൾ നോക്കുന്ന ആളിൻ്റെ അനുസരിച്ച് റെയിൻബോയുടെ രീതി മാറും, സ്ഥാനം മാറും, കളറിൻ്റെ സ്ഥാനം മാറും. ഇതിന് അപ്പർ കളറും ലോവർ കളറൊക്കെ ഒരേപോലെ കാണുന്നത്. പക്ഷേ ഇടയ്ക്കുള്ള കളേഴ്സ് കാണുന്നത് ഒബ്സർവറുടെ സ്ഥാനം മാറുന്നതനുസരിച്ച് ആംഗിളിന് വ്യത്യാസം വരും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ റെയിൻബോയുടെ ഡീറ്റെയിൽസ് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പോസ്റ്റിംഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ റെഫർ ടു ദാറ്റ്. ബാക്കി വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് പോസ്റ്റിങ്സ്. താങ്ക് യു.